ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇതെങ്ങനെ ചെയ്യും? ഇതിൻ്റെ അർത്ഥം എക്സിൻ്റെ ഇമേജ് റൂട്ട് എക്സ് മൈനസ് 1 ആണ്. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സിനെ ഞാൻ തൽക്കാലത്തേക്ക് വൈ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തോട്ടെ. എഫ് ഓഫ് എക്സിനെ ഞാൻ തൽക്കാലം വൈ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സും ബൈ ഹാർട്ടാക്കി വെച്ചോ. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. പോസിബിൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ് ആണ്. പോസിബിൾ എന്ന് പറയാൻ കാരണം എക്സിന് ചില വാല്യൂസ് കൊടുത്താൽ ഈക്വേഷൻ ഡിഫൈൻഡ് ആവില്ല. ഇത് ബൈ ഹാർട്ടാക്കി വെക്കണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് തരണേങ്കിൽ. റേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിബിൾ റിയൽ വാല്യൂസ്. പോസിബിൾ റിയൽ വാല്യൂസ് ഓഫ് വൈ. എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസിനെ ഡൊമൈൻ എന്നും വൈക്ക് കിട്ടുന്ന വാല്യൂസിനെ റേഞ്ച് എന്നും പറയും. കാരണം എക്സിന് നമ്മൾ ഓരോരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് വൈക്ക് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. വൈക്ക് ചിലപ്പോൾ എല്ലാ റിയൽ വാല്യൂസും കിട്ടണമെന്നില്ല, ചില പർട്ടിക്കുലർ വാല്യൂസുകളെ കിട്ടുള്ളൂ. വൈക്ക് കിട്ടാവുന്ന വാല്യൂസ്, അതാണ് റേഞ്ച്. വൈക്ക് ചിലപ്പോൾ എല്ലാ റിയൽ വാല്യൂസും വന്നോളണമെന്നില്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. എക്സിൻ്റെ ഇമേജാണ് ശരിക്കും വൈ എന്ന് പറയുന്നത്. എക്സ് ആദ്യത്തെ സെറ്റിലും വൈ രണ്ടാമത്തെ സെറ്റിലാണല്ലോ. അതുകൊണ്ടാണ് ഇതുപോലെ വന്നത്. എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം അതാണ് ഡൊമൈൻ. വൈക്ക് എന്തൊക്കെ വാല്യൂ കിട്ടും അതാണ് റേഞ്ച്. നമ്മൾ ആരോ ഡയഗ്രം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡൊമൈൻ കാണണമെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആ എക്സ്പ്രഷൻ നോക്കാം. റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 അല്ലേ. ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ ആ റൂട്ടിനുള്ളിലുള്ള ആൾ പോസിറ്റീവ് ആയിരിക്കണം. നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ നോട്ട് ഡിഫൈൻഡ് ആണ്. റൂട്ട് ഓഫ് -1, റൂട്ട് ഓഫ് -2 അതൊക്കെ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ എക്സ് റൂട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, റൂട്ടിനകത്തുള്ള ആൾ പോസിറ്റീവ് ആയിരിക്കണം. 0 ആയാലും കുഴപ്പമില്ല. റൂട്ടിനുള്ളിലുള്ള ആൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് വരും. അതുകൊണ്ട് റൂട്ടിനുള്ളിലുള്ള എക്സ്പ്രഷൻ >0 ആയാൽ മാത്രമേ ഡിഫൈൻഡ് ആവുള്ളൂ. -1 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാലോ +1 ആവും അല്ലേ. നമ്മൾ സാധാരണ ഇക്വേഷൻ ചെയ്യണ പോലെ ഒരു നമ്പറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. ഇനീക്വാളിറ്റിനെ അത് ബാധിക്കില്ല. -1 അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ +1 ആവും. ഒരു ടേമിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയാലും ഇനീക്വാളിറ്റിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ഉള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. അതല്ലേ ഇതിൻ്റെ അർത്ഥം. എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. 1 അതിൽ കൂടുതലോ ഉള്ള ഏത് നമ്പർ വേണമെങ്കിലും എക്സിന് കൊടുക്കാം. ഇപ്പോൾ ഡൊമൈൻ റെഡി ആയിട്ടുണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന വാല്യൂസ് 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും എക്സിന് കൊടുക്കാം. ഈ സിമ്പിൾ സെറ്റി പഠിച്ചിട്ടുള്ളതാണ്. ഈ സിമ്പിളിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇതിൻ്റെ അർത്ഥം ബ്രാക്കറ്റ് ഇട്ടാൽ ഇതിൻ്റെ അർത്ഥം 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും എക്സിന് കൊടുക്കാം. >1 എന്ന് പറയുമ്പോൾ 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. 1 ഇൻക്ലൂഡഡ് ആണ്. =1 പോസിബിൾ ആണല്ലേ. =1 പോസിബിൾ ആണ്. 1നോട് കറക്റ്റ് ഈക്വൽ ആവാം എന്ന് കാണിക്കാനാണ് ഇങ്ങനൊരു ബ്രാക്കറ്റ് അവിടെ എഴുതുന്നത്. 1നോട് കറക്റ്റ് ഈക്വൽ ആവാം എന്ന് കാണിക്കാനാണ് സ്ക്വയർ ബ്രാക്കറ്റ്. 1നോട് ഈക്വൽ ആവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് വേണം. ഓർമ്മയുണ്ടല്ലോ, ഇതുപോലെയാണ്. സപ്പോസ് x>1 ആണ്. അപ്പോൾ 1നോട് കറക്റ്റ് ഈക്വൽ ആവാൻ പാടില്ല, 1നേക്കാളും കൂടുതലാവണം. 1നോട് കറക്റ്റ് ഈക്വൽ ആവാൻ പാടില്ല. അപ്പം അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിക്കും. 1 മുതൽ ഇൻഫിനിറ്റി വരെ 1നോട് കറക്റ്റായിട്ട് ഈക്വൽ ആവുന്നില്ല. അപ്പോൾ ഇനീക്വാളിറ്റിയുടെ കൂടെ ഒരു ഈക്വൽറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കും. 1നോട് ഈക്വൽ ആവാം അവിടെ മുതൽ ഇൻഫിനിറ്റി വരെ.
ഇൻഫിനിറ്റിയുടെ സൈഡിൽ എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് എഴുതാറുള്ളൂ. കാരണം ഈ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലല്ലോ. ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയോട് ഈക്വൽ ആണ് എന്ന് പറയില്ലല്ലോ. ഇൻഫിനിറ്റിയുടെ സൈഡിൽ എപ്പോഴും ഓപ്പൺ ആയിട്ട് എഴുതാറുള്ളൂ. ഇപ്പോൾ ഡൊമെയിൻ മനസ്സിലായല്ലോ. റേഞ്ച് കുറച്ച് ടഫാണ്, ശ്രദ്ധിച്ചിരിക്കണേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇക്വേഷൻ നോക്കിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റേഞ്ച് കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. y √(x-1) എന്നാണല്ലോ തന്നിട്ടുള്ളത്, ശരിയല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ റേഞ്ച് കാണുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് പറഞ്ഞുതരാം. വൈയുടെ വാല്യൂസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗസ് ചെയ്ത് തന്നെ പറയാവുന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഗസ് ചെയ്ത് പറയാൻ പറ്റുമല്ലോ. വൈയുടെ മിനിമം വാല്യൂ പറഞ്ഞേ, അങ്ങനെ വൈയുടെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എഴുതുമ്പോൾ വൈയുടെ റേഞ്ച് കിട്ടും, വൈയുടെ വാല്യൂസുകൾ കിട്ടും. വൈക്ക് മിനിമം വാല്യൂ കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? √0 വരുമ്പോഴാണ്. അതായത് എക്സിന് 1 കൊടുക്കുമ്പോഴേ √0 വരുന്നുണ്ട്. നോക്കിയേ, എക്സിന് 1 കൊടുക്കുമ്പോൾ √1 - 1 √0 വൈക്ക് കിട്ടാവുന്ന ഏറ്റവും മിനിമം വാല്യൂ എക്സിന് 1 കൊടുക്കുമ്പോൾ. പിന്നെ അങ്ങോട്ട് അല്ലേ 0-നേക്കാളും കൂടുതലുള്ള നമ്പറേ കിട്ടുള്ളൂ. നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിച്ചാൽ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കാറില്ല. ഈ സിമ്പിൾ ഉപയോഗിച്ചാൽ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കാൻ പാടില്ല. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 എന്ന് എഴുതാൻ പാടുള്ളൂ, -3 ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം വൈക്ക് കിട്ടാവുന്ന ലോവസ്റ്റ് വാല്യൂ 0 ആണെന്നത് കണ്ടാൽ തന്നെ അറിയാം. വൈക്ക് നെഗറ്റീവ് നമ്പറിലോട്ട് പോവില്ല എന്നറിയാം. കാരണം ഈ സിമ്പിൾ വന്നാൽ നമ്മൾ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എഴുതുള്ളൂ. എക്സ് 1 ആകുമ്പോൾ 0 കിട്ടും. വൈയുടെ മാക്സിമം വാല്യൂ എന്താ? വൈക്ക് എവിടം വരെ പോവാം? എക്സ് കൂടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എക്സ് 1 ലാക്ക് ആകുമ്പോൾ വൈയുടെ വാല്യൂ വളരെ ലാർജാണ്. എക്സ് 10 ലാക്ക് ആകുമ്പോൾ വൈയുടെ വാല്യൂ ഒന്നും കൂടിയും കൂടുതലാണ്. എക്സ് കൂടുമ്പോൾ വൈയുടെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വൈയുടെ മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി വരെ പോകും. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ നേരെ റേഞ്ച് എഴുതുള്ളൂ. ഇവിടെ റേഞ്ച് അങ്ങനെ ചെയ്യാറുള്ളൂ നോർമലി. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടും അതാണല്ലോ റേഞ്ച്. വൈയുടെ വാല്യൂ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി വരെ പോവാം. ശരിയല്ലേ?